നമസ്കാരം. ഞാൻ ഇന്നിവിടെ പ്രവചിക്കാൻ പോകുന്നത് മകയിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കുള്ള ഈ മീനമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ്. വ്യാഖ്യാതാവാണെങ്കിൽ നിങ്ങളെ തേടി ധാരാളം അവസരങ്ങൾ വരുന്നതാണ്. പരിവേഷകൻ ആണെങ്കിലും നിങ്ങളെ തേടി ധാരാളം അവസരങ്ങളുണ്ടാകാം. അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക ഗുണങ്ങളുണ്ടാവാം. ഗൈഡായി ജോലി നോക്കുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. വളർത്തു മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ ഷോപ്പ് നടത്തുന്നവർക്ക് അതും ധാരാളം ആയിട്ട് സാമ്പത്തിക ഗുണങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ്. ഗുമസ്തപരമായിട്ടുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനും അതുമൂലം സാമ്പത്തിക ഗുണങ്ങളും പ്രതീക്ഷിക്കാം. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവർക്കും അത് വിതരണം ചെയ്യുന്നവർക്കും വളരെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം, സാമ്പത്തിക ലാഭം. നാവിഗേറ്റർ, നാവികൻ, ഷിപ്പ് ഓഫീസർ എന്നിവർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളം സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാഹിത്യകാരന്മാരായിട്ടുള്ള മകയിരം നക്ഷത്രക്കാർക്ക് അവരുടെ കൃതികൾ അംഗീകരിക്കാനും അത് തിരക്കഥാ രൂപത്തിൽ ആക്കി സിനിമയിലേക്കും സീരിയലിലേക്കും വരാനും സാധ്യത കാണുന്നു. ഗായകർക്കും നല്ല അവസരങ്ങൾ ലഭ്യമാക്കാം. സംഗീത സംവിധായകന്മാർക്കും ധാരാളം അവസരങ്ങൾ ലഭ്യമാകുന്നത് മാത്രമല്ല, അവരുടെ ആ സംഗീത സംവിധായകനുള്ള അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ഭാഷാ പണ്ഡിതന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അംഗീകാരങ്ങളും ലഭ്യമാകാം. നവരത്നങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾക്കും അത് ഖനനം ചെയ്തെടുക്കുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഫാഷൻ ഡിസൈനറായി ജോലി നോക്കുന്നവർക്ക് ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. മൃഗ ഡോക്ടർ, മൃഗപരിശീലകർ എന്നിവർക്കും ഈ മാസം വളരെ ഗുണകരമാണ്. സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനുള്ള അവസരവും ഈ മാസം ഉണ്ടാവാം. ഇൻ്റർവ്യൂ, ടെസ്റ്റ് എന്നിവ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഉത്തരവ് ലഭിക്കുന്നതാണ്. ആശ്രിതരുടെ ജോലി, ആശ്രിതരാരെങ്കിലും അവർ മരിച്ചിട്ട് അവരുടെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവർക്ക് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്ഥിര ജോലിക്കായിട്ടും മറ്റു ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കരാർ ജോലിക്കായിട്ടും അവരെ നിയമ ഉത്തരവ് ലഭിക്കുന്നതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മാസം വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ വിവാഹമോ നടത്താൻ സാധിക്കുന്നതാണ്. വിവാഹം കഴിക്കാതെ ദാമ്പത്യം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാനുള്ളൊരു സമയം കൂടിയാണ്. ഞാൻ ഇതുവരെ പ്രവചിച്ചത് ഗുണഫലങ്ങളാണ്. പക്ഷേ എന്നാൽ ഈ ഗുണഫലങ്ങൾക്ക് ലഭ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്ന മോശമായ ഫലങ്ങളെയും കൂടി ഞാൻ പറയാൻ പോകുന്നു. ഹൃദയരോഗമുള്ളവർ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ പരിശോധന നടത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫീസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായി തടസ്സപ്പെടാം. ചീത്ത കെട്ടുകളിൽപ്പെട്ടും പഠനം വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ട സാധ്യത മകയിര നക്ഷത്രക്കാരിൽ ചിലർക്ക് കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. പണിഷ്മെൻറ്റ്, ട്രാൻസ്ഫർ അല്ലെങ്കിൽ അവർക്ക് ഡിമോഷൻ ലഭിക്കേണ്ട സാധ്യതയുണ്ട്. ഇത് തരം താഴ്ത്തപ്പെടാം. വെറുതെ ഉള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജ്വരം, വയറിന് രോഗം, രക്തസ്രാവം മുതലായ രോഗങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. പിന്നെ പൈൽസ് ഉള്ളവർക്ക് ഈ മാസം പൈൽസ് കൂടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ രീതിയിലുള്ള അസുഖങ്ങളുള്ളവർക്കും അതിൽ നിന്ന് ബ്ലീഡിങ് വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ദൈവികമായ പൂജകളും മറ്റു ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അത് തടസ്സം വരാതെ ചെയ്തുകൊണ്ട് പോകണം, മുടങ്ങരുത്. ചാരിത്രഭംഗം, മാനഹാനി എന്നിവ വരേണ്ട സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിലും ശ്രീ ശനീശ്വരനെയും ശ്രീ രാഹു ഗ്രഹദേവനെയും ശ്രീ കേതു ഗ്രഹദേവനെയും നിങ്ങൾ തീർച്ചയായിട്ടും പൂജിക്കുക. നവഗ്രഹ പാട്ടുപുസ്തകങ്ങൾ വാങ്ങിയ നവഗ്രഹ സ്തോത്രങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ പട്ടുവസ്ത്രങ്ങളും നവഗ്രഹ നിവേദ്യങ്ങളും നവഗ്രഹ ധാന്യങ്ങളും വച്ച് പൂജിക്കുന്നതും വളരെയധികം ദോഷങ്ങൾ കുറയുന്നതിന് സഹായകമാകുന്നു. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. ഇടവക്കൂറിൽ ജനിച്ച മകയിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി തീരുന്നു. എന്നാൽ മിഥുന കൂറിൽ ജനിച്ച മകയിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി തുടങ്ങുന്നു. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ
അതുപോലെ തന്നെ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ജ്യോതിഷപരമായുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.